ഹായ് ടീം, വെൽക്കം ടു സനി തോട്ട്സ്. മിറാഷ്, ആസിഫ് അലി, അപർണ ബാലമുരളി, ജിത്തു ജോസഫ്. ഈ പേര് വരുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. അതിൽ ജിത്തു ജോസഫ് എന്ന് കേട്ടാൽ പറയണ്ടല്ലോ. ഇപ്പം മിറാഷ് എന്ന് പറയുന്ന പടത്തിന് പൊതുവെ അതിന് മുമ്പ് വന്ന ടീസർ ട്രെയിലർ കാര്യങ്ങൾക്കൊന്നും വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നില്ല, ആർക്കും അത്ര അങ്ങനെ അങ്ങോട്ട്. പക്ഷേ സിനിമ ലവേഴ്സിൽ ഒരുപാട് പേര് ഇൻക്ലൂഡിങ് മീ ജിത്തു ജോസഫ് എന്നുള്ള പേര് കാണുമ്പോൾ ഉറപ്പായിട്ടും അതിലെന്തോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. മിറാഷ് എന്ന ചിത്രം ഇന്ന് കാണാൻ പോയതും ഈ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. ആദ്യമേ തന്നെ വൺ ലൈനിൽ പറയുകയാണെങ്കിൽ സ്ട്രിക്ട്ലി ഒരു ആവറേജ് പടം. ആവറേജ് എന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാൻ കഴിയത്തുള്ളൂ. കാരണം ഈ സിനിമ ജിത്തു ജോസഫിൻ്റെ നോർമൽ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു റേഞ്ച് വന്നില്ല. എന്തൊക്കെയോ ആ ചിത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും പല ഓഡിയൻസിനും അത് കമ്മ്യൂണിക്കേറ്റീവ് ആയില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ജിത്തു ജോസഫിൻ്റെ തന്നെ 2016 പൃഥ്വിരാജിൻ്റെ നായകനാക്കി വന്ന ഊഴം എന്ന് പറയുന്ന സിനിമയിലോട് ചില സിമിലാരിറ്റീസും മിറാഷിനുണ്ട്. ചില സീനുകളും എല്ലാം അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ ആദി എന്ന് പറയുന്ന സിനിമയിലോട് ചില സിമിലാരിറ്റീസ് പുള്ളിയുടെ തന്നെ സിനിമകളോട് ഒന്ന് രണ്ട് സിനിമകളോട് അങ്ങനെ പേഴ്സണലി തോന്നിയായിരുന്നു. പ്രകടനം തന്നെ ആദ്യം പറയാം. പ്രകടനമാണ് എടുത്ത് പറയാനുള്ളത്. പ്രകടനത്തിലേക്ക് വരുമ്പോൾ ആസിഫ് അലി, അപർണ ബാലമുരളി ഇവരെല്ലാവരും സെൻട്രൽ ക്യാരക്ടർ ചെയ്ത രണ്ടുപേരും നല്ല രീതിയിൽ ആ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭയങ്കരമായൊരു കോംപ്ലക്സ് സ്റ്റോറിയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഓഡിയൻസിലേക്ക് എത്ര അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റീവ് ആയോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് തോന്നുന്നു ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. ഇപ്പോൾ മിറാഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. മരീചിക, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അകലെ ഇങ്ങനെ കുറേ നമ്മൾ വെയിലൊക്കെ കൊണ്ട് തളർന്ന് കഴിയുമ്പോൾ അകലെ ഒരു വെള്ളത്തിൻ്റെ തടാകം കാണുന്ന പോലെ, അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം കാണുന്ന ഒരു ഫീൽ വരും. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ അതിലേക്ക് ആഞ്ഞു ഓടി എത്താൻ ശ്രമിക്കും. എന്നാൽ എത്ര ഓടിയാലും ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ എത്തില്ല. കാരണം ഇത് ശരിക്കും നമ്മുടെ മരുഭൂമി നമ്മളെ പറ്റിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. ഈ പേര് ഈ സിനിമയ്ക്ക് കറക്റ്റാണ്. കാരണം എന്തൊക്കെയോ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയോ വരുന്നുണ്ട്, കുറച്ച് ട്വിസ്റ്റും കിട്ടിയണൊക്കെ ഉണ്ട്. അത് ജിത്തു പടങ്ങളിലുള്ളതാണല്ലോ. അപ്പോൾ ഇനി എന്തോ വരുന്നുണ്ട് നമുക്ക് തോന്നുമെങ്കിലും ഒന്നുമില്ല, മരീചിക തന്നെ. പിന്നെ സിനിമയുടെ ഒരു മേക്കിംഗ് ആണെങ്കിലും നല്ല ലാഗ് ഫീൽ ചെയ്തായിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ലാഗായിരുന്നു. നമുക്കറിയാം ചില സിനിമകളൊക്കെ അങ്ങനെയാണ്. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം സ്ലോ ആയിട്ട് സെക്കൻഡ് ഹാഫിനോട് ചേർന്ന് ഒരു സെക്കൻഡ് എൻഡൊക്കെ ആകുമ്പോഴേക്കും നല്ല സ്പീഡാവും. ഈ പടം അങ്ങനെയല്ല, ആദ്യം തൊട്ടേ സ്ലോ ആണ്. ഒരു ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോൾ കുറച്ച് സ്പീഡാവുന്നുണ്ട്. പക്ഷേ സ്പീഡാവുമ്പോഴും നമുക്ക് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത് പ്രോപ്പറായിട്ട് ഈ ചിത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയായിരുന്നു. ഒരു വേസ്റ്റ് പടമാണെന്ന് ഞാൻ പറയില്ല. എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഇഷ്ടമായി, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കോമൺ ഓഡിയൻസിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ അറിയാലോ, അത് ആൾക്കാർക്ക് അത്ര അങ്ങ് ദഹിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഊഴം എന്ന് പറയുന്ന സിനിമ ഒന്നുകൂടി പറയാം. ഊഴം എന്ന് പറയുന്ന സിനിമ അന്ന് ആൾക്കാർക്ക് അത്ര ദഹിച്ചൊരു പടമല്ല. കാര്യം തിയേറ്ററിൽ ഹിറ്റായി, പക്ഷെ അത്ര അങ്ങ് ഇഷ്ടമല്ല. പക്ഷേ എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഈ സിനിമയും ആ രീതിയിലുള്ളൊരു, എന്നാലും ഊഴം പോലത്തെ ഒരു പടമല്ല. ഊഴം എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ആ പടത്തിൽ പ്രോപ്പറായിട്ട് പറഞ്ഞു പോയി. പക്ഷേ ഈ സിനിമയിൽ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേറ്റീവ് ആയില്ല. മിറാഷ് എന്നുള്ള പേര് ആ ഒരു കാണുന്ന ഓഡിയൻസിന് അത്രയും ഡൈജസ്റ്റ് ആവരുത്, അല്ലെങ്കിൽ എന്തുകൊണ്ടെന്ന് കരുതി അവർ എന്താ പറയുക, അവർ ചമ്മിക്കോട്ടെ എന്ന് കരുതിയിട്ട പേര് തന്നെയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ചിത്രത്തിൻ്റെ വിധി എന്താവുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് പിക്കായി മുമ്പോട്ട് പോകാൻ സാധ്യത ഞാൻ ഈ ചിത്രത്തിന് കാണുന്നില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഹിറ്റ് ആവട്ടെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 150 രൂപ കൊടുത്ത് വരുന്ന ഒരു ഓഡിയൻസിന്, അതിനൊക്കെ ഉപരി ഇല്ലാത്ത സമയം കണ്ടെത്തി തിയേറ്ററിൽ വരുന്ന ഒരു ഓഡിയൻസിനെ എൻജോയ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഒരു ഫിലിമിൻ്റെ ധർമ്മം. എൻജോയ് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ചിരിക്കാൻ ഉള്ള മൊമെൻറ്റ്സ് കൊടുത്ത് സന്തോഷിപ്പിച്ച് ആടിപ്പാടി വിടണം എന്നല്ല. ഓരോ സിനിമയ്ക്കും ഓരോ മൊമെൻറ്റും ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള മൊമെൻറ്റും ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് സിനിമ എന്നുള്ള മാജിക് ഓഡിയൻസിലേക്ക് വർക്ക് ആവുള്ളൂ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 10ൽ ഒരു 6 ഒക്കെ മാർക്ക് കൊടുക്കാവുന്ന ഒരു സിനിമയാണ്. ഒരു വൺ ടൈം പാസബിൾ സിനിമയാണ്.